ഈ നവംബർ 22-ന് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു മുനമ്പം ജനത നോക്കിക്കണ്ടത് സർക്കാരിന്റെ തീരുമാനത്തെ. ഇന്നിപ്പോൾ സർക്കാരിന്റെ തീരുമാനം എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊക്കെ തച്ചൊടിച്ചേക്കണല്ലേ. ഞങ്ങൾ ഇത്രയും ദിവസം 41 ദിവസം ഇന്ന് സമരം തുടങ്ങിയിട്ട് ഞങ്ങൾ പ്രതീക്ഷകളോടെ സമരം തീർന്നിട്ടും ഇവിടെ കാത്തിരിക്കുന്നു എന്താണ് വിധി എന്നറിയാൻ വേണ്ടി. ഇപ്പോഴും ഞങ്ങളെ പറ്റിക്കല ചെയ്തേക്കണത്, ഞങ്ങളെ മണ്ടന്മാരാക്കിയാണ് ചെയ്തേക്കണത്. ഇപ്പോഴും ഭരിക്കുന്ന ആൾക്കാർ ഇപ്പം ഞങ്ങളെ മണ്ടന്മാരാക്കിയൊക്കെയാണ്. അതായത് കേരളത്തിലുള്ള മൊത്തം ജനതനെയും മണ്ടന്മാരാക്കിയാണ് ചെയ്തേക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായിരിക്കും, വഖഫിനെ പേടിച്ചിട്ടാണോ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? ആരെ പേടിച്ചിട്ടാണെന്ന് അറിയാൻ പറ്റൂല. ഞങ്ങളിത് വില കൊടുത്ത് മേടിച്ചേക്കണ ഭൂമിയല്ലേ, ഞങ്ങളുടെ തീരാധാരമുള്ള ഭൂമിയല്ലേ. ഞങ്ങൾ ഈ റവന്യാവകാശങ്ങൾ, അതായത് തണ്ടപ്പേര് പിടിച്ചേക്കണ ഭൂമിയാണ്. 610 കുടുംബങ്ങളുള്ളത് അവരുടെ ഒരേ കുടുംബനാഥന്മാരുടെയും പേരിലാണ് ഈ ഭൂമിയുടെ തണ്ടപ്പേര് കിടക്കണത്. എല്ലാവരുടെയും തണ്ടപ്പേര് കിടക്കണ ഭൂമി ഈ വഖഫിനെ ഞങ്ങൾ മേടിക്കണ എന്തിനാണ്? അവർ മേടിക്കണ എന്തിനാണ്? ഞങ്ങളുടെ ഭൂമിയല്ലേ ഇത്. ഞങ്ങൾ നേരത്തെ കുടിയാന്മാരായിരുന്നു. അത് ഫാറൂഖ് കോളേജിന് ആയിട്ട് കേസ് പറഞ്ഞിരുന്ന വെച്ചാൽ ഭൂമിയാണിത്. 1975 ഇത് വിധി വന്നത്, 2 പ്രാവശ്യം വിധി വന്ന്. ഇത് ഫാറൂഖ് കോളേജിൻ്റെ എന്ന് പറഞ്ഞ് വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത് വില കൊടുത്ത് മേടിക്കണത്. വില കൊടുത്ത് മേടിച്ചിട്ട് ഞങ്ങൾ 10-32 കൊല്ലം ഞങ്ങൾ കരമടച്ചതാണ്. കരമടച്ച് കഴിഞ്ഞ് 2022 വില്ലേജ് ഓഫീസിൽ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് വഖഫിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വട്ടം വളഞ്ഞിരുന്ന വഖഫ് മന്ത്രിയും റവന്യൂ മന്ത്രി വഖഫ് മന്ത്രി മുഖ്യമന്ത്രി എല്ലാവരും കൂടി ആലോചിച്ചല്ലേ ഈ സ്ഥലം വഖഫാക്കി എടുത്തേക്കണത്. ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. ഇത് ഞങ്ങളറിയണത് കരമടക്കാൻ ചെന്നപ്പോഴാണ്. ഇനിയിപ്പോൾ ഒരു കമ്മീഷൻ വെച്ചിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ 3 വർഷമായിട്ട് ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കണത്. അതായത് ഞങ്ങളുടെ ആധാരത്തിന് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല. ഒരു 10 ലക്ഷം രൂപയുടെ സ്ഥലം എടുക്കണമെങ്കിൽ 80,000 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം. 1 ലക്ഷം രൂപയുടെ സ്ഥലം എടുക്കണമെങ്കിൽ 8,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ അതാണ്. ഈ ഞങ്ങളുടെ ആധാരത്തിന് ഒരു വിലയില്ലേ. ഈ റവന്യൂ അവകാശികളുടെ പേരിൽ കേസ് എടുക്കണം. ശരിക്കും പറഞ്ഞില്ലേ, ഈ റവന്യൂ അധികാരികളില്ലേ, അവരെല്ലാം ഞങ്ങൾക്ക് ഈ ആധാരമൊക്കെ ശരിയാക്കി തന്നേക്കണത്. ഞങ്ങൾ ആരെ വിശ്വസിക്കും? ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനാരെ വിശ്വസിക്കും? ഞങ്ങൾ ഭരിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതെല്ലാവരും നമ്മളെ കൈയൊഴിയല്ലേ. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു തീരുമാനം വന്നത് ഒരു ഏക പ്രതീക്ഷ ഉള്ളതെന്നാണ് എനിക്ക് തോന്നണത്. അതായത് വഖഫ് ഭേദഗതി വന്നാൽ മാത്രം, അതായത് സെക്ഷൻ 40, 83, 107, 108 ഇതെടുത്ത് കളഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി നീതി കിട്ടുള്ളൂ. അതായത് ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ മൊത്തം കേരളത്തിൽ 30,000 ഏക്കറാണ് അവർ കണ്ടുവച്ചേക്കണത്. സർക്കാർ കൈയൊഴിഞ്ഞെന്നാണ് തോന്നുന്നത്. കേരള സർക്കാർ കൈയൊഴിഞ്ഞേക്കല്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ മണ്ടന്മാരാക്കി, അതായത് ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്ന വെച്ചാണ് 16-ാം തീയതി വെച്ചിരുന്ന വെച്ച സാധനം ഇപ്പോൾ 28-ാം തീയതിക്ക് മാറ്റിയത്. എന്ത് കാരണത്താലാണ് 22-ാം തീയതിക്ക് മാറ്റിയത്? അപ്പോഴും ഞങ്ങൾ ഇത്രയും ദിവസം ഇപ്പോഴും അവർ പറഞ്ഞോ സമരം നിർത്തിവെക്കണം. ഈ സമരം നിർത്തിവെക്കരുതെന്ന് ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞേക്കാണ്. അതായത് ഈ റവന്യൂ അവകാശങ്ങളും ഞങ്ങളുടെ ഈ വഖഫിൻ്റെ ഇതിനകത്ത് എടുത്ത് അലൈൻമെൻറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് മാത്രമോ, രജിസ്ട്രിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് മാത്രമോ, എന്നിട്ട് ഞങ്ങൾ 10 ദിവസം കൂടി ഇവിടെ നിരാഹാര സമരം നടത്തും. എന്നിട്ട് നിർത്താനാണ് ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞേക്കണത്, ഭൂഷണ സമരയുടെ. ഈ ഒരു ശാശ്വത പരിഹാരം മുന്നിൽ കണ്ടാണ് സർക്കാർ ഇങ്ങനെ തീരുമാനം എടുക്കണമെന്ന് പറയുന്നു. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി വീണ്ടും നിങ്ങൾക്കൊരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ നിൽക്കേണ്ടി വരികയാണ്. എന്ത് തോന്നുന്നു? ഞങ്ങൾ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വഖഫിൻ്റെ നിന്നും അല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയും. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ 41 ദിവസമാണ് ഇപ്പോൾ ഈ TV ന്യൂസും ഇത് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു ബീച്ചായിട്ട് കൂടിയും, ചെറിയ ബീച്ചായിട്ട് കൂടിയും ഇപ്പോൾ അറിയപ്പെടുന്നത്, ഞങ്ങൾ മുനമ്പുകാർ അറിയപ്പെടുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ഇന്ത്യ മൊത്തം വഖഫിൻ്റെ പ്രശ്നത്തിൽ കിടന്നതും ഞങ്ങൾ ഈ 610 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കിടക്കുന്നത്. പക്ഷെ അത് അട്ടിമറിക്കാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് സർവകക്ഷി യോഗം കൂടിയിട്ട് പറഞ്ഞത് ഈ ഒരു പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തിന്? ഞങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഈ താമസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ എന്നറിയാനായിട്ട് വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ 4ാം തലമുറയാണ് ഈ ഒരു വിഷയം അനുഭവിക്കുന്നത്. ആദ്യം ഫാറൂഖ് കോളേജായിരുന്നു, പിന്നെ വഖഫായി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഒരു നീതിയാണ്. ഞങ്ങൾ ഈ താമസിച്ച് പോരുന്ന ഒരു ഭൂമിയിൽ ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് രണ്ടാമൻ, അതായത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ കയറി വരികയാണ്, നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ എന്തിന് പോകണം? അതിന് ഞങ്ങൾക്ക് തീരുമാനം വേണം. അത് ഞങ്ങൾക്ക് ഇന്ന് കൂടിയ യോഗത്തിലുള്ള തീരുമാനമല്ല വേണ്ടത്. അതായത് ഒരു ഏജൻസിനെ ഏൽപ്പിക്കാനല്ല വേണ്ടത്. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ എന്തിനിറങ്ങണം?
ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണം, പറഞ്ഞ കാര്യം തന്നെ. എന്നാലും വിദ്യാഭ്യാസം, വിവാഹം, ഇതെല്ലാം ബ്ലോക്ക്ഡാണ് ഞങ്ങളുടെ തലമുറയിൽ. അത് ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടണം. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി, ഞങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടിക്ക് എതിരെ നിൽക്കണില്ല, ഒരു പാർട്ടിക്ക് സ്നേഹവും ഇതില്ല. ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കുടുംബമാണ്. അത് ഞങ്ങൾക്ക് കിട്ടണം. അത് എന്നേക്കുമായിട്ട് കിട്ടണം. അതിന് മുകളിൽ വഖഫ് എന്നല്ല ഏതൊരു ഇതും വരാൻ പാടില്ല. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്, 3 മാസത്തിനൊക്കെ റിപ്പോർട്ട് എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു കമ്മീഷൻ കൂടി പുതിയത് വരുന്നു. ഈ കമ്മീഷന്റെ തീരുമാനം കൂടി മറിച്ച് നിങ്ങൾക്ക് എതിരാണെങ്കിൽ വീണ്ടും നിങ്ങൾ തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരില്ലേ? ഇപ്പോൾ അതിൽ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു MA നിസാർ കമ്മീഷൻ 2008 രൂപീകരിച്ചിട്ട് നടത്തിയ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കമ്മീഷന്റെ ഒരു കണ്ടെത്തലിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു ഞങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? ഒരാളോടും ചോദിച്ചിട്ടില്ല. ഒരാൾക്കും ഇവർ വന്ന് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ഈ MA നിസാർ കമ്മീഷൻ ഇവിടെ ഒരാൾക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല, ഒരു നോട്ടീസും ഇവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഇനി എത്ര നാൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ എല്ലാ ശരിക്കും ആവശ്യം എന്തായിരുന്നു? ഞങ്ങളുടെ റവന്യൂ വശങ്ങൾ പുനഃസ്ഥാപിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു കമ്മീഷൻ്റെ ആവശ്യം ഈ കുറേ നാൾ തുടങ്ങിയിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതായത് പല രീതിയിലും പല ആളുകളും, ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സഭാ നേതൃത്വത്തിലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KLCA പോലുള്ള ആളുകൾ ഒരു കമ്മീഷനാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ഒരു ആവശ്യമാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യമല്ല. ഒരു കമ്മീഷൻ വെച്ച് കുറേ സമയം കളയുക, ഞങ്ങളെ വീണ്ടും ദുരിതത്തിലേക്കാക്കുക. ഞങ്ങളുടെ ഇവിടെ ഉള്ള പിള്ളേരുടെ എല്ലാവരുടെയും പഠിപ്പും വിവാഹവും എല്ലാം ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളാരും അതിൽ സംതൃപ്തരല്ല. ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും. ഒരു താൽക്കാലികമായി സമരം ഒന്ന് നിർത്തിവെപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയാണോ അത്? നിർത്തിവെപ്പിക്കാൻ സർക്കാർ തുടങ്ങിയ സമരമല്ലല്ലോ ഇത് മുനമ്പം ജനത തുടങ്ങിയ സമരമാണ്. അത് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, നിർത്തില്ല. ഇപ്പോൾ ഈ റവന്യൂ അവകാശങ്ങൾ നിങ്ങൾക്ക് പുനഃസ്ഥാപനം കരടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ നോക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിൽ പരിശോധിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. സർക്കാർ പരിശോധിച്ചു തുടങ്ങിയിട്ട് കുറേ നാളുകളായി, ഇപ്പോഴും അതിനകത്തോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഇനി ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ കരടക്കുന്നില്ല, പക്ഷേ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ 50 രൂപ വെച്ച് കൊടുക്കണം. അവർ ഞങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ഇനി അതൊക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സർക്കാർ ഞങ്ങളുടെ കരമെടുക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് കൊടുക്കണം സർക്കാരെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ കമ്മീഷന്റെ ഇത് കാര്യങ്ങൾ ഇപ്പോൾ 3 മാസം കൊണ്ട് കമ്മീഷൻ നിങ്ങൾക്ക് ഇത് ഓക്കെ ആക്കുമെങ്കിൽ സർക്കാർ നല്ലൊരു തീരുമാനമല്ലേ ഇത്? അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ ഓക്കെ ആക്കുന്ന എന്താണ് ഉറപ്പ്? ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം കഴിയുമ്പോൾ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് ചോദ്യം. ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസം കഴിയുമ്പോൾ ഇത് പറയണ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയണമെങ്കിൽ സാധാരണക്കാരെ ജനങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഒരു കമ്മീഷനൊക്കെ വരെ. അപ്പം ഞങ്ങൾക്ക് ആകെ ഇനിയിപ്പോൾ വിശ്വാസം കേന്ദ്ര സർക്കാരിലാണ്. ഞങ്ങൾക്ക് വിശ്വാസം ഇപ്പോൾ കേന്ദ്ര സർക്കാരിലാണ്. ഇപ്പോൾ കേരള സർക്കാർ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിലാണ് വിശ്വാസം. അതങ്ങനെ തന്നെ വരുള്ളൂ ഇനിയിപ്പോൾ. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബവും കൂടി ഈ ഒരു വഖഫ് പ്രശ്നത്തിലെ ഒരു കേസിൽ ഫറൂഖ് കോളേജിനെതിരെ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിയമപരമായിട്ടും കൂടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു തരത്തിലും കൂടി മുന്നോട്ട് പോകുന്നത്. സർക്കാരിലുള്ള പൂർണ്ണമായ വിശ്വാസം അവസാനിക്കുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി ഇപ്പോൾ ഈ രാജീവിൻ്റെ വാക്കുകളും ഏകദേശം വഖഫ് ബോർഡിനാണ് ഇത് നിർദ്ദേശം കൊടുക്കാനേ സാധിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സർക്കാരും തീരുമാനമെടുത്തു കഴിഞ്ഞില്ലേ? സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞതും കോൺഗ്രസ് പറഞ്ഞതും ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പറഞ്ഞതും ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് ഇവർ 3 പേരും കൂടെ ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം വന്നേക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഈ ഭൂമി വഖഫല്ല എന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. വഖഫ് ഭൂമി അല്ല എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വഖഫ് ഭൂമി അല്ല എന്ന് പറയാലോ. പക്ഷെ അത് തെളിയിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഞങ്ങളും പറയുന്നുണ്ട് വഖഫ് ഭൂമി അല്ല എന്ന്. എന്നിട്ട് ആരാ ചെവിക്കൊള്ളുന്നത്? ആരെങ്കിലും ചെവിക്കൊള്ളുന്നുണ്ടോ? സമരം ഇനിയിപ്പോൾ നാളെ നടക്കുന്ന പൊതുയോഗത്തിന് ശേഷമായിരിക്കുമോ എങ്ങനെയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം വരുന്നത്? അതിനുശേഷം തീർച്ചയായിട്ടും നാളെ നടക്കുന്നത് പൊതുജനങ്ങളുടെ പൊതുയോഗമാണ്. അപ്പോൾ അതിന്റെ പേരിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുള്ളൂ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരം നിർത്തിവെക്കില്ലേ എത്ര വന്നാലും? ഒരിക്കലും നിർത്തില്ല. ഇതിന് നീതിയുടെ നീതി ഞങ്ങൾ പറഞ്ഞല്ലോ, മുനമ്പം തോറ്റാൽ ഭാരതം തോറ്റു എന്നാണ്, ജനാധിപത്യം തോറ്റു എന്നാണ്. അത് തോക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയാണ്. ചേട്ടാ എന്ത് പറയുന്നു? ദുഃഖമുണ്ടോ? ദുഃഖമല്ലേ ഉള്ളൂ. ദുഃഖമായിട്ട് ഒരു 3 വർഷമായല്ലോ ഈ മീഡിയക്കടയിൽ നിന്ന് കുഴയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോരം ചാനലുകാർക്കാണെന്നറിയാം അഭിമുഖത്ത് നമ്മുടെ ദുഃഖങ്ങൾ പറയാൻ മാത്രമേ നമുക്ക് എല്ലാവരും സ്വരം കെട്ടി വെച്ച ഒരു സാധനം നമുക്ക് പറയാൻ അറിയാനും പാടില്ല. ഞങ്ങളുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കിടപ്പാടമാണ്. അത് ഞങ്ങളുടെ പൂകരുന്ന് വിനീത. ഞാൻ ഇന്ന് രാവിലെ തന്നെ പിന്നെ മാതൃഭൂമിക്കടെ പറഞ്ഞു എന്ത് പറ അവിടുന്ന് എന്താണ് കൽപ്പിക്കുന്നത്? ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളുടെ കിടപ്പാടം പോലും അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഉന്നതാധികാര സമിതിയുടെ ഒരു പ്രതികരണത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നായിരുന്നു.
100%. കാരണം എനിക്ക് കാത്തിരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അനുഭാവിയും കൂടിയാണ്. അപ്പം എനിക്കത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, അച്ഛൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ മാറ്റൻ ചേട്ടൻ പറയുന്നത് ഞാൻ പറഞ്ഞു 100% നമുക്ക് വിശ്വസിക്കാം അല്ല അച്ഛൻ എന്തെങ്കിലും ഒരു ഇത് മിനിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക അല്ലേ. അത് തന്നെയാണ് മാറ്റൻ ചേട്ടൻ ഞാനും കരുതിയിരിക്കുന്നത്. മിനിസ്റ്റർ നമ്മളങ്ങനെ ചതിക്കാൻ സാധിക്കില്ല, നമ്മൾ ചതിച്ചെന്ന് പറയുന്നുമില്ല. എന്തെങ്കിലും നല്ലൊരു തീരുമാനമാണ് നമുക്കത്. പക്ഷെ ഒരു കമ്മീഷനെ കൊണ്ട് വെച്ചില്ല നമുക്ക് സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ഈ റവന്യൂ ആവാസത്തിന് വേണ്ടി ഇനി കരവടക്കാനല്ലേ പറയാൻ പറ്റും. ഒരു കരവടപ്പിൽ നമ്മൾ അകപ്പെട്ടു പോയ ആൾക്കാരാണ് നമ്മൾ. മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ വക്കപ്പൂടിനെയും കൊടുത്ത് അത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഒരിക്കലും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച് പച്ചവെള്ളം എന്തായാലും അരക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അത് കിട്ടും, അത് ഞങ്ങൾ പോവില്ല. അതെൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അവിടെ കറക്റ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. പിന്നെ നമുക്ക് പുതിയൊരു കരം വേണ്ടല്ലോ. ഇവർ ആക്ഷേപിച്ചിട്ടൊരു കാര്യം നമുക്ക് വേണ്ട. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ തിരിമറികൾ നടന്നിട്ടുണ്ട്. അത് മിനിസ്റ്ററിന് അറിയാം ഇത് നടന്ന സംഭവം. പക്ഷേ നമ്മൾ കണ്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. ഒരു തൊഴിലാളി പാർട്ടി നമ്മുടെ ഒരു അനീതിയായിട്ട് കാണിച്ച പോലെയാണ് എല്ലാ മക്കൾക്കും. അത് ഭയങ്കര സങ്കടമായിപ്പോയി. മിനിസ്റ്ററിൻ്റെ കൈകൊമ്പിലൊക്കെ വർത്താനം പറഞ്ഞാൽ മിനിസ്റ്റർ ഞങ്ങൾക്ക് സഹായിച്ചു തന്നെ സാർ. ഞങ്ങൾക്ക് വേറൊരു ഇടയില്ലാത്ത ആൾക്കാരാണ്. കാരണം ആരുടെ ശല്യമില്ലാതെ ജീവിക്കുന്ന ഒരു കാര്യമാണിത്. അത്രേ ഉള്ളൂ, എനിക്കത്രേ പറയാൻ. കൈയൊഴിഞ്ഞു അല്ലേ, അങ്ങനെ തോന്നുന്നു നന്നായിട്ട് എന്നല്ല ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയാം. എനിക്ക് അങ്ങനെ ഒന്നും പറയാം, സർക്കാർ എന്നെ സഹായിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ ഇതാണ്, ഇനിയൊരു ഉപാധിയില്ല. കറക്റ്റ് ഇന്ന് നിൽക്കുന്ന ഈ വക്കപ്പൻ ഇവർ വക്കപ്പൻ എന്തിനു വേണ്ടി സർക്കാർ പേടിക്കേണ്ട കാര്യം എന്ത്? ഞങ്ങൾ പേടിക്കുന്നില്ല, പിന്നെ അങ്ങനെ സർക്കാർ എന്തിനു ഇവിടുത്തെ ജനം പേടിക്കുന്നില്ല വക്കപ്പിന്. കാരണം നമ്മൾ വെല്ലുവിളിക്കല്ലേ. ഇതൊരു അവകാശങ്ങൾ, നമ്മുടെ അവകാശങ്ങളെന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് തുപ്പാനും ഇരിക്കാനും ഉണ്ണാനും കിടക്കാനുള്ള ഈ 3 സെന്റ് 4 സെന്റുള്ള ഭൂമി നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇനി വക്കപ്പം ആരും തന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പേടിക്കുന്നില്ല, പിന്നെ സർക്കാരിന്റെ സർക്കാരിന് ഇത് സഹായിച്ചു തന്നാൽ മതി. ഇത്രയുള്ള കാര്യം. ഇനി പ്രതീക്ഷയുണ്ടോ? 100% പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷിക്കാതെ ഇരിക്കാൻ പറ്റൂല. കാരണം സർക്കാർ അങ്ങനെയുള്ള സർക്കാരൊന്നുമില്ല. നമ്മുടെ സർക്കാർ നല്ല ഹാൻഡുള്ള സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗവൺമെന്റ് ഒക്കെ വന്ന് നമ്മുടെ ഹൈക്കോർട്ടിൽ വന്ന് പറഞ്ഞാൽ മതി ഇത് വക്കപ്പിന്റെ ഭൂമിയെല്ലാം അവിടെ വെച്ച് പ്രശ്നം തീരുകയാണ്. പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്ന കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് നടത്താനായിട്ടുള്ള സാഹചര്യം സർക്കാരിന് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നതുകൊണ്ടല്ലേ ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചത്. പറ്റില്ല. കാരണം ഇത് നിയമസഭയിൽ കൂടി 140 MLA ടാറ്റ കാണിച്ചാണ് റെഡി നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. ഞങ്ങളെ തള്ളിക്കളഞ്ഞു. കാരണം മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളൊരു വളവാണി എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായി. ജീവിതത്തിന്റെ ഒരു വളഭാഗം. ഇവരൊരു ചെടി നടുക, അതിന് വളമായിട്ട് കിടന്ന് അത് വലുതാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വോട്ടിന്റെ അവകാശം. അങ്ങനെ കാണരുത്.